നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള അടുത്ത സൗഹൃദ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുള്ളത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത്. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളായിരുന്നു അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിരുന്നത്. മത്സരത്തിൽ ലയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. പകരം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. ഏതായാലും അർജന്റീനയുടെ ഇനി അടുത്ത എതിരാളികൾ ഗോട്ടിമാലയാണ്. നാളെ രാത്രിയാണ് നടക്കുക. കൃത്യമായി പറഞ്ഞാൽ മറ്റന്നാൾ പുലർച്ചെ, ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയും ഗോട്ടിമാലയും തമ്മിൽ ഏറ്റുമുട്ടുക. ആ മത്സരത്തിനുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ലയണൽ മെസ്സി സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഗോട്ടിമാലക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി തുടക്കം മുതലേ ഉണ്ടാകും എന്നുള്ള കാര്യം TYC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി മാറ്റങ്ങളും ാണ് അർജന്റീന വരുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ മാറ്റം ഉണ്ടാവില്ല. എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം വിംഗ് ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നത് ഗോൺസാലോ മോണ്ടിയേൽ അതുപോലെ തന്നെ അക്യൂഞ്ഞ എന്നിവരായിരുന്നു. എന്നാൽ ഇത്തവണ അതിന് മാറ്റമുണ്ടാകും. നെഹുവേൽ മൊളീന, നിക്കോളാസ് ഓട്ടമെന്റി എന്നിവരായിരിക്കും ഉണ്ടാവുക. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസുമായിരുന്നു ഉണ്ടായിരുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസിന് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. മറിച്ച് നിക്കോളാസ് ഓട്ടമെന്റി ആയിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ ക്രിസ്ത്യൻ റൊമേറോ ഉണ്ടാകും. അതല്ല എങ്കിൽ ലുക്കാസ് മാർട്ടിനസ് കോർട്ടയായിരിക്കും പ്രതിരോധ നിരയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിരയിൽ ഉണ്ടായിരുന്നത് റോഡ്രിഗോ ഡി പോൾ, അതുപോലെ തന്നെ പരേഡസ്, ലോ ചെൽസോ എന്നിവരായിരുന്നു. അവിടെയും മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കാം എന്നുള്ളതാണ്. റോഡ്രിഗോ ഡി പോൾ കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എക്സ്കിയൽ പലാസിയോസ് എത്തും എന്നതാണ്. മറ്റു രണ്ട് താരങ്ങളും പുറത്തിരിക്കും. പകരം അലക്സിസ് മാക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും സ്റ്റാർട്ടിംഗ് 11ൽ തിരിച്ചെത്തും എന്നതാണ്. കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് ഹൂലിയൻ ആൽവറസ്, ലൗട്ടറോ മാർട്ടിനസ്, ഏഞ്ചൽ ഡി മരിയ എന്നായിരുന്നു. ഈ താരങ്ങൾക്കും ഇപ്പോൾ വിശ്രമം അനുവദിക്കാൻ പരിശീലകൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലയണൽ മെസ്സി സ്റ്റാർട്ടിംഗ് 11ലേക്ക് മടങ്ങിയെത്തും. ലൗട്ടറോ മാർട്ടിനസോ അതല്ലെങ്കിൽ ഹൂലിയൻ ആൽവറസോ കളിക്കും. ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നിക്കോളാസ് ഗോൺസാലസ് കൂടി ഉണ്ടാകും. ഏഞ്ചൽ ഡി മരിയക്ക് സ്റ്റാർട്ടിംഗ് 11ൽ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് ഇപ്പോൾ TYC നൽകിയിട്ടുള്ളത്. ഏതായാലും ലയണൽ മെസ്സി തിരിച്ചെത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.